നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡേയ് എന്താണ് തംബ്നെയിലിൽ എഴുതി വെച്ചിരിക്കുന്നത്? 4 പോയിന്റ് അല്ല, റയലിനേക്കാൾ 7 പോയിന്റ് കൂടുതലുണ്ട് ബാഴ്സക്ക്. എന്നിട്ട് ഇങ്ങനെ 4 പോയിന്റ് എന്ന് താൻ എഴുതി വെക്കുന്നത്? പ്രിയ സുഹൃത്തുക്കൾ, അത്തരത്തിൽ പ്രതികരിക്കാൻ വെമ്പി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ബാഴ്സ ആരാധകര്. പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ 3 റൗണ്ട് കഴിയുമ്പോൾ ഉള്ള വ്യത്യാസമാണ് 4 പോയിന്റ്. ഇപ്പോൾ 4ാം റൗണ്ടിൽ ബാഴ്സ കളിച്ചിട്ടുണ്ട്, പക്ഷേ റയൽ കളിച്ചിട്ടില്ല. എന്നാണ് റയൽ കളിക്കാനിറങ്ങി. അതിനുശേഷമാണ് ഈ റൗണ്ട് കൺക്ലൂഡ് ആവുകയുള്ളൂ. അതിനുശേഷമാണ് നമുക്കതിലൊരു കൃത്യമായിട്ട് കാര്യം പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ 4 കളി 4 വിജയിച്ച് 12 പോയിന്റ് ബാഴ്സലോണക്ക്, 3 കളി 1 ജയം 2 സമനില 5 പോയിന്റ് റയൽ മാഡ്രിഡിന്. അതുകൊണ്ട് ഇന്നലെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കുമ്പോൾ 4 പോയിന്റ് ആയിരുന്നു ഇവർ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാഴ്സയുടെ കളി നടത്തുന്നതും ബാഴ്സ ഗോൾ വർഷം നടത്തി വിജയിച്ച് 12 പോയിന്റിലേക്ക് പോയതും. ഏതായാലും റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരം ഇന്ന് രാത്രി 1 മണിക്ക് നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആഞ്ചലോട്ടിയുടെ 4 പോയിന്റുകൾക്ക് പുറകിലാണ് ബാഴ്സയേക്കാൾ ഇപ്പോൾ റയൽ ഉള്ളത് എന്തു പറയുന്നു? അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി അത് ചെറിയ കാര്യമാണ്. 4 പോയിന്റിന്റെ വ്യത്യാസം. നമ്മൾ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം എഫക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കളി പുറത്തെടുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ 4 പോയിന്റ് വ്യത്യാസം എന്നുള്ളതല്ല. സീസൺ വളരെ ലോങ് ആയിട്ടുള്ള ഒന്നല്ലേ. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ പ്രകടനത്തിൽ ഞങ്ങൾ ഹാപ്പി അല്ല. പക്ഷെ അത് ഈ 4 പോയിന്റ് ഞങ്ങളെക്കാൾ അവർ മുന്നിലാണ് എന്നുള്ളത് കൊണ്ടല്ല, ഞങ്ങൾക്ക് നന്നായിട്ട് ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിലാണ് ഞങ്ങൾ ഹാപ്പി അല്ലാതിരിക്കുന്നത് എന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ആശങ്കയുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത്. അതിനുള്ള അദ്ദേഹത്തിന് മറുപടി, ആശങ്കപ്പെടുക എന്നുള്ളതൊരു മോശം കാര്യമൊന്നുമല്ല. അതിനർത്ഥം നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മളത് ഡീൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വേണ്ട വിധത്തിലൊരു കോമ്പാക്ട് ബ്ലോക്കായിട്ട് ടീം നിൽക്കുന്നില്ല എന്ന തോന്നലുണ്ട്. ഇനിയിപ്പം ഇംപ്രൂവ് ചെയ്ത് പറ്റും. അതിനു വേണ്ടി ഞങ്ങൾ കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നുമുണ്ട്. സോ പ്ലേയേഴ്സ് എല്ലാം ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്, ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ ഒരു പ്രോബ്ലം വളരെ ക്ലിയർ ആയാൽ പിന്നെ നമുക്കത് സോൾവ് ചെയ്യുന്നത് സിമ്പിൾ അല്ലേ. അതുകൊണ്ട് ആശങ്കപ്പെടുക എന്നുള്ളതൊരു പ്രശ്നമല്ല, അത് പോസിറ്റീവാണ് എന്ന് തന്നെ ആഞ്ചലോട്ടി പറഞ്ഞു. ആഞ്ചലോട്ടി തന്റെ ടീമിനെ ഇന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോയാൽ 9 പോയിന്റിലേക്ക് ടീം എത്തും. സോ 8 പോയിന്റിലേക്ക് ടീം എത്തും. സോ ഈ 4 പോയിന്റിന്റെ വ്യത്യാസം സ്വാഭാവികമായിട്ടും അപ്പോഴും അവിടെ തന്നെ കിടക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.